കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നാമിന്റെ നേതൃത്വത്തിൽ പഠന വൈകല്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെയാണ് വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നാമിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മല സ്കൂളിൽ വെച്ച് ഈ മാസം 30 മുതൽ മെയ് 3 വരെ പഠന വൈകല്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പർട്ടിക്കുലർലി ഇതൊരു അലുമിനി അസോസിയേഷൻ ആയതിൻ്റെ പേരിൽ ആ കുടുംബത്തിലെ കുട്ടികളെ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ ഒന്ന്. അപ്പോൾ അതിലും നിങ്ങൾക്കറിയാം, പലപ്പോഴും നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുട്ടികളുടെ ഈ രീതിയിലുള്ള അവർക്ക് ഒരു പഠനത്തിനും മറ്റും ഉതകുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉളവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ വീടുകൾ നവീകരിച്ച് കൊടുക്കുക, അവർക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുക, ഏറ്റവും മോസ്റ്റ് ഡിസേർവിംഗ് ആയ രീതിയിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇതെല്ലാം ഈ സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യങ്ങളൊന്നാണ്. ഇതിങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ സംഘടന 2023 കാലഘട്ടത്തിൽ ഒരു തീരുമാനമെടുത്തു. പഠനത്തിൽ അല്ലെങ്കിൽ പഠന മികവിൽ മറ്റും പുറകിൽ നിൽക്കുന്ന ആ രീതിയിലുള്ള പെരുമാറ്റ വൈകല്യങ്ങളുള്ള കുട്ടികളെ കണ്ടെത്തി ഒരു ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ തുടങ്ങുക എന്നുള്ളത് കഴിഞ്ഞ 1.5 വർഷങ്ങളായി അതിൻ്റെ നീണ്ട ഗവേഷണത്തിലും പല ഇതുപോലുള്ള സമാനഗതിയിലുള്ള പല സ്കൂളുകളും മറ്റും സന്ദർശിച്ച് ഡോക്ടർ സാറയും എൻ്റെ സുഹൃത്തായ നാമിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ പോൾ പി തോമസും ഉൾപ്പെടെയുള്ള ടീം ഇത് സന്ദർശിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തി ഇതിൻ്റെ ഒരു ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററിൻ്റെ ഒരു സ്ക്രീനിങ് ക്യാമ്പ് ഈ വരുന്ന 30-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ നിർമ്മല ഹൈസ്കൂളിൽ വെച്ച് നടത്തുകയാണ്. സംഘടനയുടെ അംഗങ്ങളായ വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ, സൈക്കോളജിസ്റ്റുകൾ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, തെറാപ്പിസ്റ്റുകൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ ശരിയായി വായിക്കാനും അപഗ്രഥിക്കാനും സാധിക്കാതെ വരിക, എഴുതുമ്പോൾ അക്ഷരങ്ങൾ തിരിഞ്ഞു പോവുക, ഗണിതത്തിലെ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഇവയാണ് പഠന വൈകല്യത്തിന്റെ സൂചനകൾ. പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എബോവ് നോർമൽ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളിൽ എഴുതുന്നതിനും വായിക്കുന്നതിനും അതുപോലെ ഗണിതം ചെയ്യുന്നതിനും ഗ്രഹിക്കുന്നതിനും ഉള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ പഠന വൈകല്യം എന്ന് പറയുന്നത്. ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് 3 തരത്തിലാണ് ഈ SLD അഥവാ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളത്. ഒന്ന് ഡിസ്ലെക്സിയ, അതായത് വായിക്കാനുള്ള ബുദ്ധിമുട്ട്, കുട്ടിക്ക് വായിക്കുന്നത് സ്പീഡിൽ വായിക്കുന്നു, അത് ഗ്രഹിക്കാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ ഡിസ്ഗ്രാഫിയ, കുട്ടി എഴുതുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ചെറിയ അക്ഷരങ്ങൾ എഴുതുന്നു, തിരിച്ചെഴുതുന്നു. അതുപോലെ തന്നെ ആൽഫബറ്റ്സ്, സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം തിരിച്ചെഴുതുന്നു. അതൊക്കെയാണ് ഡിസ്ഗ്രാഫിയ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡിസ്കാൽക്കുലിയ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, അതായത് ഗുണിക്കുന്നതായാലും ഹരിക്കുന്നതായാലും സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് പോലും കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക, അതാണ് SLD എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ സാധാരണ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതിനേക്കാളും 3-4 ക്ലാസ് പുറകിലായിട്ടായിരിക്കും അവരുടെ പഠന നിലവാരം ഉണ്ടാവുക. ഉദാഹരണത്തിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൻ്റെ ഒരു പഠന നിലവാരമേ ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുട്ടികൾ ബുദ്ധിപരമായിട്ട് IQ നോർമലായിട്ടുള്ള കുട്ടികളും അതുപോലെ തന്നെ പല ഫീൽഡുകളിൽ, അതുപോലെ അത്ലറ്റിക്സ് ആയിട്ടും സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും വളരെ സമർത്ഥരായ കുട്ടികളാണ് ഈ പഠനത്തിൽ മാത്രം വൈകല്യം അനുഭവിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളായാലും അധ്യാപകരായിട്ടുണ്ടെങ്കിലും കുട്ടിക്ക് പഠനത്തിൽ മടിയാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയും കുട്ടി പഠിക്കാൻ മടിയനായതുകൊണ്ട് ആ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം കുട്ടിക്ക് കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് പെരുമാറ്റ വൈകല്യവും അതുപോലെ തന്നെ ചില കുട്ടികളിൽ ഡിപ്രഷൻ വരെ കണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ വ്യക്തമായി പഠിച്ച് മുൻപോട്ടുള്ള പഠന പരിശീലന പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ക്യാമ്പിലൂടെ നൽകും. വിവിധ ആശുപത്രികളിലായി ദിവസങ്ങളോളം എടുത്ത് ചെയ്യേണ്ടുന്നതായ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. ഈ മേഖലയിലെ തുടർ പ്രവർത്തനങ്ങൾക്കായി നാമിന്റെ ആഭിമുഖ്യത്തിൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററിനും തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് OV അനീഷ്, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സാറ നന്ദന മാത്യു, ഡോക്ടർ നീലിമ CC എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.